ഇപ്പൊ ജർമ്മനിയിൽ ആദ്യത്തെ ZDFന്റെ ലെറ്റർ വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇത് പേ ചെയ്യണം എന്നുള്ളത്. എന്റെ ഫ്രണ്ട്സ് പലരും ഈ ലെറ്റർ വന്നുകൊണ്ടിരുന്നെങ്കിൽ പോലും അവർ പേ ചെയ്യാതെ വെച്ചിട്ട് അവസാനം ഒരു വർഷം ഒന്നും പേ ചെയ്യാതിരിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ഷൂഫ സ്കോറിനെ എഫക്ട് ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോൺ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റിൽ എന്തെങ്കിലും ഒരു ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ മേടിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റാതെ വരും. മാത്രമല്ല നമ്മളിത് പേ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ലെറ്റർ വരും ആൻഡ് ഇതുവരെ പേ ചെയ്യാത്തതിന്റെ ഒക്കെ ഫീസ് എല്ലാം കൂടി വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫൈൻ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. ആ വരുന്നതിനെ നമുക്ക് മാനും എന്നാണ് നമ്മൾ പറയുക. അതായത് മാനും എന്ന് പറഞ്ഞാൽ ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് കുറേ വർഷം നിങ്ങൾ പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷം വരെ ഉള്ളത് ഒരുമിച്ച് പേ ചെയ്യേണ്ടതും ആയിട്ടും വരും. അപ്പൊ അതുകൊണ്ട് ബെറ്റർ നിങ്ങൾക്ക് ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡയറക്ട്ലി പേ ചെയ്യുക. ഇനി ലെറ്റർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്തിട്ട് പേ ചെയ്യുക. ഓക്കെ. ആൻഡ് നിങ്ങളൊരു വെഗ അല്ലെങ്കിൽ വോൺ ഗെമൈൻഷാഫ്റ്റ്